ഹലോ ഹായ്, ഇന്നത്തെ ലൈവ് അപ്ഡേറ്റ്സ് ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഒരു റാങ്കിങ് ടാസ്ക് ആണ് കൊടുത്തിരിക്കുന്നത്. 2-3-4 ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ടാണ് സാധാരണ ബിഗ് ബോസ് സീസണുകളിൽ റാങ്കിങ് ടാസ്ക് വരുന്നത്. ഇപ്പോൾ തന്നെ ഫസ്റ്റ് വീക്കിൽ തന്നെ റാങ്കിങ് ടാസ്ക് ആദ്യമായിട്ട്, ഫസ്റ്റ് വീക്ക് പറഞ്ഞാൽ സെക്കൻഡ് വീക്കിൽ തന്നെ സെക്കൻഡ് വീക്കിന്റെ ഫസ്റ്റ് ഡേ തന്നെ റാങ്കിങ് ടാസ്ക് കൊടുത്തു. ഈ റാങ്കിങ് ടാസ്ക് എന്ന് പറഞ്ഞാൽ പണിപ്പുരയിൽ പോയിട്ട് ഓരോരുത്തർക്കുള്ള 10 സെക്കൻഡ് 20 സെക്കൻഡ് 1ാം സ്ഥാനത്ത് വരുന്ന ആൾ തൊട്ട് 19ാം സ്ഥാനത്ത് വരുന്ന ആൾ വരെക്കുള്ള ടൈമിംഗ് ഉണ്ട്. ആ ടൈമിൽ അവർക്ക് പണിപ്പുരയിൽ പോയിട്ട് അവരുടെ സാധനങ്ങൾ കളക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഫുഡിന്റെ സാധനങ്ങൾ അല്ലെങ്കിൽ തുണി എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഇഷ്ടമുള്ള കളക്ട് ചെയ്യാം. അപ്പോൾ 1ാമത്തെ റാങ്ക് വരുന്ന ആൾക്ക് 20 സെക്കൻഡും 2ാമത്തെ റാങ്ക് വരുന്ന ആൾക്ക് 15 സെക്കൻഡും പിന്നെ 3ാമത് തൊട്ട് 19 വരെ 10 സെക്കൻഡും അങ്ങനെയാണ് ടൈം കിട്ടിയിരിക്കുന്നത്. അപ്പൊ അതിന് പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിപ്പം ഞാൻ ആദ്യം വിചാരിച്ചു, ഞാൻ ലൈവ് കൂടി ഒന്ന് കണ്ടപ്പോൾ ഷാനവാസ് ക്യാപ്റ്റൻ ആയി കഴിഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ കണ്ടില്ലേ ലൈവ് കണ്ട്, അതിന്റെ ഇടയ്ക്ക് എപ്പോഴാണ് ഷാനവാസ് ക്യാപ്റ്റൻ ക്യാപ്റ്റൻ സ്ഥാനത്ത് കൈമാറുന്നതിന് മുമ്പ് തന്നെ ഷാനവാസിനെ അവിടെയുള്ള ആൾക്കാരെല്ലാം അവിടെ അവരോധിച്ച് പിന്നെ ക്യാപ്റ്റൻ ആക്കി. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഈ ക്യാപ്റ്റൻസി കൈമാറണ്ടേ, ഇതൊന്നും അവിടെ നടന്നില്ല. കാരണം ഈ ഫുള്ള് റൂൾ ബ്രേക്കിംഗ് ആണ്. പിന്നെ റൂൾ ബ്രേക്കിങ്ങിന്റെ കാര്യം പറഞ്ഞാൽ ജിസലാണ് എല്ലാ സാധനങ്ങളും ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഇപ്പോഴും മുഖത്ത് തയ്ക്കാനായാലും ലിപ്സ്റ്റിക് ആയാലും സകലമാന സാധനങ്ങളും, അത് അനുമോളും ഒക്കെ ലിപ്സ്റ്റിക്കും കണ്ണൊക്കെ വരച്ച് കൺവശം ഒക്കെ തേച്ച് മിക്കവാറും എല്ലാവരും അത് തന്നെ ചെയ്യുന്നത്. പിന്നെ ജിസലും എല്ലാം ഒളിച്ചു വെച്ചിരിക്കുന്ന സാധനങ്ങൾ എല്ലാവർക്കും കുറച്ച് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് കണ്ടില്ലെന്ന് നടിക്കുകയാണ്. അങ്ങനെ ഫുള്ള് റൂൾ ബ്രേക്കിംഗ് ആണ്. ബിഗ് ബോസ് ഷോയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ബിഗ് ബോസ് പറയുന്ന റൂള് ബ്രേക്ക് ചെയ്യുക എന്നുള്ളത്. ഇത്തിരിയൊക്കെ ചിലപ്പോഴൊക്കെ ഒന്ന് ചെയ്താലും അവര് ലാലേട്ടനായാലും വന്ന് പറയുമ്പോൾ അത് തിരുത്തുന്നതാണ്. പക്ഷെ ഇത് തിരുത്തലൊന്നുമില്ല, അവരതുപോലെ തന്നെ പോവാണ്. അത് അവരുടെ തന്നെ ഇഷ്ടം. അതുകൊട്ടെ. അപ്പൊ എന്തായാലും ആ ഒരു ടാസ്ക് കൊടുത്ത സമയത്ത് ബിഗ് ബോസ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഏകകണ്ഠമായിട്ട് തീരുമാനിക്കണം. നമ്മൾ ഏകകണ്ഠമായിട്ട് തീരുമാനിക്കാതെ തന്നെ 19 പേരും ഒരുമിച്ച് ഒരേ അഭിപ്രായമായിരിക്കണം. എന്തായാലും നമുക്ക് അറിയാമല്ലോ ആരായിരിക്കും അവിടെ എതിരഭിപ്രായമൊന്നും. നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ അനീഷ് പറ്റില്ല, എനിക്ക് 1ാം സ്ഥാനം വേണം, എനിക്ക് 1ാം സ്ഥാനം. യഥാർത്ഥത്തിൽ പറയുന്ന ഒരു ടാസ്ക് ആണ്. എല്ലാവരും 1ാം സ്ഥാനത്തിന് വേണ്ടി പിന്നെ ആദ്യം ഒന്ന് ആർഗ്യൂ ചെയ്യണം. 1ാം സ്ഥാനം എല്ലാവർക്കും ആഗ്രഹമാണല്ലോ. ഇതങ്ങനെ എല്ലാവരും 18 പേരും കൂടി യോജിച്ചിട്ട് 1ാം സ്ഥാനത്തിന്റെ പിന്നെ എന്താ പറയുക, അനീഷിനെ മാത്രം 1ാം സ്ഥാനം, അനീഷ് മാത്രം ഒറ്റയ്ക്ക് എനിക്ക് 1ാം സ്ഥാനം വേണം, എനിക്ക് 1ാം സ്ഥാനം വേണം. അവരെല്ലാരും കൂടി ആരിനെ 1ാം സ്ഥാനത്തേക്കും 2ാം സ്ഥാനത്ത് പിന്നെ വേറെ ആരോ, 1ാം സ്ഥാനത്ത് ആരിനെ 2ാം സ്ഥാനത്ത് അനുമോളോ പനിയോ ആരോ അല്ല നിവിന്. അപ്പൊ ഇങ്ങനെ അവരൊക്കെ തീരുമാനിച്ചു. അപ്പൊ എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. അപ്പൊ എന്നിട്ട് അനീഷിന് 14ാം സ്ഥാനം, 18ാം സ്ഥാനം, 19ാം സ്ഥാനം. അപ്പൊ ഉടനെ കുറച്ചു നേരം അങ്ങനെ തർക്കമായിട്ട് അനീഷ് ഇങ്ങനെ കണ്ടിന്യൂസ്ലി പറഞ്ഞിട്ടിരിക്കുന്നത് ഞാൻ 1ാം സ്ഥാനത്താണ്. കാരണം അത് അവന്റെ ഗെയിമാണ്, അത് വേണമല്ലോ. അല്ലാതെ മറ്റുള്ളവരെല്ലാവരും തീരുമാനിക്കുന്ന ഒരു തീരുമാനവും അംഗീകരിച്ചു കൊടുത്താൽ അതെങ്ങനെയാണ് ഷോ ആവുന്നത്? അപ്പോഴ് അങ്ങനെ പിന്നെ ഈ ഒരു പിന്നെ ടാസ്ക് ഇങ്ങനെ കറക്റ്റ് ഒരു മണിക്കൂറിനുള്ളിൽ ഇത് തീർത്തും കംപ്ലീറ്റ് ചെയ്ത് തീരുമാനിച്ചിട്ട് അവർക്ക് ടാഗ് കൊടുക്കുമ്പോൾ 1, 2, 3 എന്നുള്ളത് സ്റ്റോർ റൂമിൽ പോയി ടാഗ് എടുത്തോണ്ട് വന്നിട്ട്. അപ്പൊ എന്തായാലും കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ മനീഷ് സമ്മതിക്കത്തില്ല എന്ന് ബോധ്യമായി കഴിഞ്ഞപ്പോൾ ഷാനവാസ് 2-3 പേരും ആയിട്ട് ഷാനവാസിന് ഒരു ബുദ്ധി, മൈൻഡ് ഗെയിം ആണല്ലോ, ഷാനവാസിന് അത് ബുദ്ധി പ്രയോഗിച്ച് ഷാനവാസ് പറഞ്ഞു ശരി എല്ലാവരും ഒന്ന് സമാധാനിക്കും, 1ാം സ്ഥാനം അവന് കൊടുത്തരും, പിന്നെ കുറെ കളികൾ അതിന്റെ ഇടയിൽ കൊണ്ട് അവനെ പിടിച്ചു വെക്കണം, അങ്ങനെ കുറെ അവർ തമ്മിൽ ഒരു പ്ലാനിങ് കിട്ടും. അപ്പൊ 1ാം സ്ഥാനം അവന് കൊടുത്തിരുന്നത് ഷാനവാസ് ആ 1ാം സ്ഥാനത്തിന്റെ ടാഗ് എടുത്ത് നമ്മുടെ അനീഷിന്റെ കഴുത്തിലിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് വീണ്ടും പ്രശ്നമായി. ഉടനെ അത് അപ്പാനിയാണ് ആദ്യം തർക്കിക്കാൻ വന്നത്, നടക്കത്തില്ല. ഒനിയല്, അതേപോലെ തന്നെ അഭിലാഷ്, ആര്യൻ, പിന്നെ നിവിനൊക്കെ ആദ്യം ഒന്ന് സമ്മതിച്ചു പിന്നെ ഷാനവാസിനോട്. അങ്ങനെ സമ്മതിക്കത്തില്ല എന്നുള്ളൊരു അവസ്ഥ വന്നിട്ട് ഓടി വന്ന് അപ്പാനി വന്നിട്ട് ആ സാധനം കഴുത്തേന്ന് ടാഗ് വലിച്ചങ്ങ് പൊട്ടിച്ചു. സത്യം പറഞ്ഞാൽ ഇതൊക്കെ എന്തോന്നത്, ഒരാളിനെ വളരെ മോശമാണ്. അവനവിടെ നിന്ന് അവിടെ പറയട്ടെ, ഇവരെന്തിനാണ് ശ്രദ്ധിക്കുന്നത്? ഇവരെ കളി കളിക്കൂ, അവന്റെ പുറകെ നടക്കുന്നതിന് അവന്റെ കണ്ടന്റ് നോക്കി കളിക്കുക എന്നുള്ളതാണ് ഇവരുടെ കാര്യം പ്ലേ. കാരണം അവൻ എന്തെങ്കിലും കണ്ടന്റ് ഇടുന്ന, അല്ലെ അവൻ എന്തെങ്കിലും ചെയ്യുന്ന അതിന് നേരെ ഓപ്പോസിറ്റ് പറയുക, അല്ലെങ്കിൽ അവനെതിരെ കളിക്കുക. ഇതാണോ ഒരു കളി? കളി എന്ന് പറഞ്ഞാൽ അവരവര് സ്വയം കണ്ടന്റ് ഉണ്ടാക്കണം, സ്വയം കണ്ടന്റ് ഉണ്ടാക്കി അവരവര് സ്വയം കളിക്കണം. അല്ലാതെ മറ്റുള്ള ഒരുത്തന്റെ കണ്ടന്റ് നോക്കിയിട്ട് അവന്റെ പിന്നാലെയാണ് ഇപ്പൊ എല്ലാവരും. ഈ 18 പേരും അവന് പിന്നാലെ, അനീഷ് എന്ന് പറയുന്ന ഒരൊറ്റ വ്യക്തിക്ക് പിന്നാലെ ഗെയിം കളിക്കുകയാണ്. അത് എന്ത് കളിയാണെന്ന് എനിക്ക് മനസ്സിലായി. ഇത് ലാലിട്ട് വന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ ഇന്നലെയും വന്നും ഇത്രയും പറഞ്ഞിട്ടും ഈ പൊട്ടന്മാർക്ക് ഇത് മനസ്സിലാവുന്നില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ്. കാരണം ലാലേട്ടൻ കൃത്യമായിട്ട് പറഞ്ഞു, അയാൾ സംസാരിക്കുന്നില്ല, നിങ്ങൾ സംസാരിക്കാൻ പോണ്ട. പിന്നെ അതിനൊക്കെ ദേഷ്യം പിടിച്ചിരിക്കുന്ന ആളുടെ അടുത്ത് എന്തിനാണ് ഒരാളുടെ ഫുഡ് വേണമെന്ന് ആരെങ്കിലും ചോദിക്കുവോ? ആരെങ്കിലും പോയി ഫുഡ് വേണമെന്ന് ചോദിക്കും. ഇതൊക്കെ പറഞ്ഞ ലാലേട്ടൻ എല്ലാം പറഞ്ഞു
പറഞ്ഞു കൊടുത്തിട്ട് മനസ്സിലായത് അവിടെ ശാരികയ്ക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. വേറെ ഒരൊറ്റ വ്യക്തികൾക്ക് അവിടെ കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല. ശാരിക ഇപ്പൊ അത് കഴിഞ്ഞിട്ട് പറയുന്നു നിങ്ങൾ പിന്നെ അത് കഴിഞ്ഞ ശേഷം കുറേ നേരം പറഞ്ഞ ശേഷം എല്ലാം പൊട്ടിച്ചെടുത്തപ്പോഴത്തേക്ക് ഷാനവാസ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഷാനവാസിന്റെ മനസ്സങ്ങ് മാറി. അപ്പൊ പറഞ്ഞു വേണ്ട പിന്നെ അവനെ കൂട്ടണ്ട, നമ്മൾ 18 പേരും കൂടി നമുക്കത് തീരുമാനിക്കാന്ന് പറഞ്ഞ് അപ്പാനിക്ക് 1 കൊടുത്തു. അപ്പാനിയാണ് പൊട്ടിച്ചത്. അപ്പൊ ഈ അപ്പാനിക്ക് പൊട്ടിച്ചു. പിന്നെ അതിന് ശേഷം ഓരോ ആൾക്കാരും കൊണ്ടത് 18ഉം 14ഉം ഒക്കെ അവന്റെ കഴുത്തേലിട്ട് കൊടുക്കുന്നു. എന്തിനാണ് ഒരാളുടെ ശരീരത്തിൽ തൊടാൻ ഇവർക്ക് ആര് അധികാരം കൊടുത്തു? അക്ബർ. പിന്നെ അതുപോലെ തന്നെ നൂറ, പിന്നെ ഈ പെൺകൊച്ചുണ്ടല്ലോ റെന ഫാത്തിമ, ചുമ്മാ അവന്റെ മുമ്പിൽ കിടന്ന് ഒരു പുരുഷന്റെ മുമ്പിലല്ലേ ഒരു മര്യാദ വേണ്ടേ? പ്രായപൂർത്തിയായ പെൺപിള്ളേരല്ലേ ചുമ്മാ കിടന്ന് ഡിസ്കോ കളിക്കുന്നു. വളരെ അത് ഇറിറ്റേറ്റഡ്. അവനതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അതാണ് അവന്റെ ഗെയിം. അവനത് ശ്രദ്ധിക്കുന്നില്ല. അവനിങ്ങനെ എന്താണോ അവന്റെ മനസ്സിലുള്ളത് അത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. കാരണം അവൻ ഗെയിം കളിക്കുവാണ്. ഇവരൊക്കെ അവന്റെ ചുറ്റുമില്ല ആട്ടം കാണുന്ന പാവകളെ പോലെ ഇങ്ങനെ കാണുന്നില്ല. നമ്മുടെ കഥയേറിയാതെ ആട്ടം കാണുന്ന പറയത്തില്ല, ആ കഥയേറിയാതെ ആട്ടം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവരെല്ലാം. അനീഷ് തന്നെ ഗെയിം കളിക്കുന്നത്. കാരണം അവൻ ഈ ബിഗ് ബോസ് ഷോയുടെ ഇതുവരെയുള്ള രാജാവ് അനീഷ് തന്നെയാണ്. അതിനൊരു മാറ്റവും ഇല്ല. ഇപ്പം നമുക്കത് കൃത്യമായി മനസ്സിലായി. കാരണം ഇവർക്കൊന്നും കളി അറിയത്തില്ല, ഇവർക്കൊന്നും മനസ്സിലാവുന്നില്ല. ലാലേട്ടൻ വന്ന് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് ഈ പൊട്ടന്മാര് വീണ്ടും അവന് ചുറ്റും ലെയ്യാമ്പാറ്റകളെ പോലെ പറക്കുന്നു. എന്തായാലും കറക്റ്റ് അവൻ പൊട്ടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് വീണ്ടും അവരെല്ലാം അങ്ങ് തീരുമാനിച്ചു. ഞങ്ങളെല്ലാം തീരുമാനിച്ചു. ബിഗ് ബോസ് പറഞ്ഞ് ഏകകണ്ഠമായിട്ടാണെന്ന് ചോദിച്ചു. 10 മിനിറ്റ് പറഞ്ഞു. പിന്നെ 4 മിനിറ്റ് കഴിഞ്ഞ് ലാസ്റ്റ് അവർക്ക് വേണ്ട, ഞങ്ങൾക്ക് ഒന്നും വേണ്ട എന്നുള്ളൊരു അവസ്ഥയിൽ ഇങ്ങനെ എല്ലാവരും ഇരിക്കും. ബിഗ് ബോസ് പറഞ്ഞ് നിങ്ങളുടെ ടൈം കഴിഞ്ഞു, നിങ്ങളുടെ കളിയും തീർന്ന്, നിങ്ങളുടെ ടാസ്കും കഴിഞ്ഞ് നിങ്ങൾ ഫെയിലൂറായി. വല്ല കാര്യമുണ്ടോ? കിട്ടുന്ന ഇത്തിരി ഭക്ഷണങ്ങൾ. എന്നിട്ട് അവൻ പറയുന്ന എല്ലാം ഞാൻ എടുക്കാം, ഇവര് പറയുന്ന അവൻ എടുക്കത്തില്ലെന്ന്. ഇവർക്ക് എന്താ പറയുക, ഇവരെടുക്കുന്നതിനേക്കാൾ കൂടുതൽ സാധനം അവൻ എടുക്കത്തില്ലെന്ന് ഇവർക്ക് എങ്ങനെ അറിയാൻ പറ്റും? അതാണ് എന്റെ ചോദ്യം. ഇവര് പറയുന്നതിനെയും കാട്ടി കൂടുതൽ സാധനം അവൻ എടുക്കത്തില്ലെന്ന് നമുക്കറിയത്തില്ലല്ലോ. അവൻ എടുത്തേനെ. ഇവരത് സമ്മതിക്കുന്നത്. കാരണം ഇവനെ അംഗീകരിക്കാൻ അവർക്ക് താല്പര്യമില്ല. യഥാർത്ഥത്തിൽ ഇവൻ ക്യാപ്റ്റനായിരുന്നു. ക്യാപ്റ്റനായിട്ട് ഷാനവാസിനെ അവരോധിച്ചില്ലായിരുന്നു, ഷാനവാസിനെ കൈമാറ്റം ചെയ്തില്ല. അപ്പൊ ഇവൻ ക്യാപ്റ്റൻ തന്നെയാണ്. പക്ഷെ അവരാരും ഇവനെ അംഗീകരിക്കത്തില്ല. ഇവർ പറയുന്നതെന്ന് പറഞ്ഞാൽ അടുത്ത ഇവൻ 1ാം സ്ഥാനം കിട്ടിക്കഴിഞ്ഞാൽ നോമിനേഷൻ അവന് വരാൻ പറ്റും. നോമിനേഷൻ വന്നത് ഇവനെ ഔട്ടാകാൻ പോകുന്നത്. പ്രേക്ഷകർ മുഴുവൻ ഇവന്റെ കൂടെയാണ്. ഇപ്പോൾ ഈ അനീഷ് എന്ന് പറയുന്ന വ്യക്തിയുടെ കൂടെയാണ് പ്രേക്ഷകർ. കാരണം അനീഷ് മാത്രമേ ബിഗ് ബോസ് ഷോയിൽ ഇപ്പൊ കളിക്കുന്നുള്ളൂ. ബാക്കിയുള്ള എല്ലാവരും മൂലയ്ക്ക് അവരുടെ. പിന്നെ ഇവര് ചുമ്മാ അവിടുന്ന് ഷോപ്പ് കാണിക്കുന്നത്. പിന്നെ നമുക്ക് കാണാനില്ലാത്ത ആളെന്ന് പറഞ്ഞാൽ രേണുവാണ്. രേണുവിനെ നമുക്ക് ഞാനിപ്പോ ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടാ. രേണുവിനെ നമുക്ക് കാണാനേ ഇല്ല. രേണു അവിടെ ഇവിടെയൊക്കെ മൂലയിൽ പറയുന്നത്. എന്തിനാണ് ഈ രേണു ഒക്കെ പോയതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തെങ്കിലും ആവട്ടെ, ഫിസിക്കൽ ടാസ്ക് ഒക്കെ വരുമ്പോൾ എന്താകുമോ എന്തോ. എന്തായാലും ഇപ്പം ക്യാപ്റ്റനെ അവരോധിക്കാൻ പറഞ്ഞു. എന്തായാലും അത് പോയി. ലാസ്റ്റ് പിന്നെ ആദ്യം എതിർത്തത് അനിമോളാണ്. അനിമോൾ പറഞ്ഞു വല്ല കാര്യമുണ്ട്, അയാളെ അങ്ങ് സമ്മതിച്ചാൽ പറയുന്നത്. 1ാം സ്ഥാനക്ക് കൊടുത്തെങ്കിൽ എന്തായിരുന്നു പ്രശ്നം? നമുക്ക് ഫുഡ് കിട്ടിയാനല്ലോ. അതേ കണക്ക് ഫുഡ് ഇല്ലാതെ വരുമ്പോഴറിയാം ഉള്ള ഫുഡ് കൊണ്ട് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുമെന്നൊക്കെ ചോദിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഷാരിക്ക് അത് തന്നെ പറഞ്ഞു. എന്തിനാണ് ഞങ്ങൾ ബുദ്ധിപരമായിട്ട് കളി, അയാളുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നത് ലാലേട്ടൻ പറഞ്ഞിട്ട് നിങ്ങൾ പിന്നെ എന്തിനാണ് അയാൾ പറയുന്നത് കേട്ടോണ്ടിരിക്കുന്നത്? അയാൾ പോട്ടായിരുന്നല്ലോ, ബാക്കിയുള്ളവർക്ക് 10 സെക്കൻഡെങ്കിലും കിട്ടിയാൽ ഉള്ളത് പറക്കായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് ഷാരിയെ സംസാരിച്ചു. അപ്പൊ അപ്പാന് കിടന്ന് ഷാരിയോട് ചൂടാവുന്നുണ്ട്. അങ്ങനെ എന്തായാലും അത് കഴിഞ്ഞതിന് ശേഷം ബിഗ് ബോസിന്റെ അനൗൺസ്മെന്റ് വന്നു. ക്യാപ്റ്റനായിട്ട് ഷാനവാസിനെ കൈമാറാൻ. അപ്പൊ അതിന് ഭയങ്കര ഒരു ഇതായിരുന്നു കേട്ടോ. കാരണം ബിഗ് ബോസ് പറഞ്ഞു നിലവിലെ ക്യാപ്റ്റന് മുൻപിലത്തെ ക്യാപ്റ്റനെ അനീഷ് എന്തെങ്കിലും ഒരു സമ്മാനം സ്വന്തം സാധനം കൊടുത്ത് കൈമാറാൻ പറഞ്ഞു. അപ്പൊ അവനവിടെ നടന്നു പോന്നു കേട്ടോ. ഇവര് ഇവിടെ നിന്നാണ് കളിയാക്കുന്നത്. അവനവിടെ ചെന്നിട്ട് നോക്കിയപ്പോൾ അവന്റെ കയ്യിൽ ഒന്നുമില്ല. അപ്പോഴെ 2 ജോഡി ഡ്രസ്സും അണ്ടർഗാർമെന്റ്സും അല്ലേ ഉള്ളൂ. അപ്പൊ അവൻ പറഞ്ഞു അയ്യോ എന്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ ബിഗ് ബോസ് കൊടുക്കാൻ. എന്റെ കയ്യിൽ ഒന്നുമില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഭയങ്കരമായിട്ട് നമുക്കൊരു സങ്കടം തോന്നും കേട്ടോ. ചില സമയത്ത് ഇവന് ഇറിറ്റേറ്റഡ് ചൊറിയാണെങ്കിൽ അവന്റെ ചൊറിയാണ് കണ്ടന്റ്, അവന്റെ കളിയാണത്. അപ്പം പിന്നെ അവൻ പറഞ്ഞു ഈ ഒന്നുമില്ലല്ലോ. ലാസ്റ്റ് അവൻ ഇങ്ങനെ തപ്പിയിട്ട് ഇട്ടതൊന്നും കൊടുക്കാൻ പറ്റില്ല. ഒരു ചീപ്പ് ഒരു കോമ്പ് ഉണ്ട് കേട്ടോ, അത് അവൻ ഉപയോഗിക്കാത്ത. അങ്ങനെ ഒരു കവറിനകത്താക്കി ഞാനിത് എങ്ങനെ കൊടുക്കും അവന്? നമ്മളൊരു വില പിടിച്ചൊരു സാധനം കൊടുക്കണ്ട. എന്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ ബിഗ് ബോസ്, എല്ലാം അങ്ങ് ബാഗിനകത്താണല്ലോ. ബിഗ് ബോസ് കൊടുത്തിട്ടില്ലല്ലോ ബാഗ്, ഒന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ് കുറച്ചു നേരം അവൻ അവിടെ ഇരുന്ന് ആ ചീപ്പ് കൊണ്ട് ഇങ്ങനെ ഇരുന്ന് വേറെ ഒന്നും മാർഗ്ഗം ഇല്ലാത്തതുകൊണ്ട് അതും കൊണ്ട് വന്നിട്ട് എന്തായാലും ഷാനവാസിന് കൊടുത്തു. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും അങ്ങനെ അധികാരം കൈമാറി ഇപ്പൊ ടീമിനെ തിരഞ്ഞെടുത്തോണ്ടിരിക്കുകയാണ്. വെസൽ ടീമായി, കിച്ചൺ ടീമായി, അപ്പൊ അടുത്ത ഓരോ ടീമിനെയും തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെയാണ് ഇതുവരെയുള്ള വിശേഷങ്ങൾ. എന്തായാലും എല്ലാവരും നന്നായിട്ട് കളിക്കുന്നു. പക്ഷെ ഫുള്ള് റൂൾ ബ്രേക്കിംഗ് ആണ് അവിടെ. പല റൂളുകൾ ബിഗ് ബോസ് പറയുന്ന പല റൂളുകളും അവിടെ പാലിക്കുന്നില്ല. ഇവര് കളിക്കാനാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രാവശ്യത്തെ കണ്ടസ്റ്റന്റുകളെല്ലാം വളരെ മോശമാണ്. ആർക്കും ഒരു കുന്തോ അറിയത്തുമില്ല, കളിയും അറിയത്തില്ല. വേറെ ആരെങ്കിലും കളിക്കുന്നോ
നോക്കിയിരിക്കുക. കാരണം ഇപ്പൊ അനീഷിന്റെ കളി, അനീഷിന്റെ കണ്ടന്റ് പിടിച്ചിട്ടാണ് ഇവരുടെയൊക്കെ മുന്നോട്ടുള്ള പോക്ക്. അപ്പൊ ഇനി എന്താവും? ഇനിയിപ്പോ അനീഷിനെ നോമിനേറ്റ് ചെയ്ത് അനീഷിനെ പുറത്താക്കി കഴിഞ്ഞാൽ അവർക്ക് അവിടെ ജോളിയായിട്ട് ഉല്ലസിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അവരിയ്ക്കുന്നത്. ഈ ആഴ്ചയിൽ അനീഷിനെ പുറത്താവും. അനീഷിനെ പുറത്താക്കാൻ